ഹലോ, നമ്മുടെ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഒന്നും ഇടാതെ. എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് കാച്ചിയ എണ്ണ തീർന്നിട്ടുണ്ടായിനി തലയിൽ തേക്കുന്ന. അതിന് കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യൂന്നിയാണ്, നമ്മൾ ഭൃംഗരാജ് എന്ന് പറയുന്ന ആ ഇതാണ്, നമ്മൾ കയ്യൂന്നി എന്നും പറയും. ആ സാധനമാണ്. പിന്നെ ഒരു 5 ഇതളിൽ ചെമ്പരത്തി പൂ 5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ കുഞ്ഞുള്ളി ഒരു 10 അല്ലി പിന്നെ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക, കറ്റാർ വാഴ, പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്നും ചേർത്താൽ നല്ലതാണ്, നീരിറക്കമെല്ലാം ഇല്ലവർക്ക് ഇത് ചേർത്താൽ നല്ലതാണ്. പിന്നെ കറിവേപ്പില, കറുത്ത തുളസി, കൃഷ്ണ തുളസി എന്ന് പറയും, അതാണ് ഒരു പിടി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് കരിഞ്ജീരകം, പിന്നെ കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കുറച്ചൊരു ഇതാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ എണ്ണ കാച്ചാൻ. അപ്പോൾ ഒരു 1/2 ലിറ്റർ എണ്ണയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര എടുത്തിട്ട് കാച്ചാന്നുള്ളതാണ് വിചാരിക്കുന്നത്. കാച്ചിട്ട് അത് നമ്മൾക്ക് കുറേ ഈ എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഇതാണ് കേട്ടോ, എല്ലാവർക്കും ഈ നര വരുന്നവർക്കും മുടി വളരാനെല്ലാം നല്ല എണ്ണയാണ് കേട്ടോ. നമ്മൾ വേറെ പുറത്ത് ഇങ്ങനെ വാങ്ങിയിട്ട് ഇതാക്കുന്ന എന്തെല്ലാം എണ്ണ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അവർ പറയും മുടി വളരും എന്നെല്ലാം പറയുന്നുണ്ടാവും. എന്നാലും നമുക്ക് ഇതിനാണ് കൂടുതൽ ഗുണമുള്ളത് കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം സാധനങ്ങളും കിട്ടുന്നതാണ്. ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ലതാണ് തേക്കുന്നതിന്. നരയൊന്നും ഉണ്ടാവില്ല, നല്ല മുടി നല്ല കറുപ്പ് നിറം വരും. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിൽ കറ്റാർ വാഴയുടെയും നെല്ലിക്കയുടെയും വെള്ളം ഇതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇതൊന്നും ചേർത്തിട്ടില്ല, അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പം ഞാൻ വലിയ ഉരുളിയോ അങ്ങനെയില്ല, അതൊന്നും അല്ല. പിന്നെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. പിന്നെ നമ്മൾ എണ്ണ മില്ലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഞാൻ 1/2 ലിറ്റർ എണ്ണയാണ് കേട്ടോ എടുക്കുന്നില്ലത്. എണ്ണ നന്നായി തിളച്ച് വരട്ടെ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചത് ചേർക്കാം, ചൂടായതിന് ശേഷം. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് സ്ലോയിൽ വെച്ചിട്ടുണ്ട്. കൂടുതൽ കൂട്ടി വെച്ചുകൂടാ. നല്ല ഈ തിളച്ച് വരുന്നതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വാങ്ങിയെടുക്കാൻ. അപ്പോഴാണ് എണ്ണേരെ ശരിക്കും ഇത് മനസ്സിലാവുന്നത്. കൂടുതൽ കരിഞ്ഞും കൂടാ, നല്ല പച്ച കളറായിട്ട് വരുമ്പോൾ ഈ തിളക്കുന്ന ഈ ഇതെല്ലാം പോയി കിട്ടണം. കുരുമുളക് ചേർത്തിട്ടില്ല കേട്ടോ. അത് കുറച്ച് വാങ്ങാനാകുമ്പോഴാണ് ചേർക്കൽ. നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ എണ്ണേനെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതടിക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഇത് വെള്ളം ഇതെല്ലാം പോയി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മാത്രമേ വാങ്ങാൻ പറ്റൂ. അപ്പം അത്രയും നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കണം. നമ്മൾ ഈ ഇതിലുണ്ടായ വെള്ളം ഇതാണ് കേട്ടോ, ഈ ഇതാവുന്ന ഈ ഇത് വരുന്നത്. ഇത് പോയതിന് ശേഷം മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റൂ. കറ്റാർ വാഴയുടെയും നെല്ലിക്കയുടെയും മറ്റേ എല്ലാ ഇതിലിട്ട് അതിലുണ്ടായ വെള്ളമാണ് ഈ തിളക്കുന്നത് കേട്ടോ. ആ വെള്ളം ഇത് നമുക്ക് തീർന്നു പോയാൽ മാത്രമേ
വെള്ളം തീർന്നു വാങ്ങാനാവില്ലോട്ട് ഇറക്കി വെക്കാൻ പറ്റും. നമ്മളെ എണ്ണ എല്ലാം തിളച്ച് വെള്ളമെല്ലാം ആറി വന്നിട്ടുണ്ട്. എണ്ണ ആയിട്ട് വന്നു. ഇതാ കൂടുതൽ വെള്ളം വറ്റി കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ചൊരു കുരുമുളക് മണിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് നമ്മൾക്ക് നീരിറക്കത്തിന് നല്ലതാണ്. അതുകൊണ്ട് കുരുമുളകിൻ്റെ മണിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഇറക്കി വെക്കാം. നമ്മൾ എണ്ണ കാച്ചി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നമുക്ക് ഓട്ടുരുളി ഉണ്ടതെങ്കിലും അതിലും നല്ലതാണ് കേട്ടോ എണ്ണ കാച്ചാൻ. എൻ്റെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല. ഞാനെപ്പോൾ പിന്നെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെയാണ് എണ്ണ കാച്ചിയെടുക്കൽ. അപ്പോൾ കൂടുതൽ കാച്ചൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് മാത്രം കാച്ചിയെടുക്കുന്നതാണ്. അപ്പം ഞാനിത് ഇന്ന് പിന്നെ ഒന്നിൽ ഒഴിച്ച് വെക്കാൻ പറ്റില്ല. നാളെ രാവിലെ നല്ല പാങ്ങ് തണിഞ്ഞ് ഇതായിട്ടാകുമ്പോൾ ചൂടാറിയിട്ടാകുമ്പോൾ കുപ്പിയിൽ ഒഴിച്ച് വെക്കാൻ. നമ്മൾ ഇന്നലെ കാച്ചി വെച്ച എണ്ണ ഇന്നാണ് ഞാനിട്ട് അരിച്ചെടുക്കുന്നില്ലത്. തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അരിച്ചെടുത്തിട്ട് കാണിക്കാം ഞാൻ. നമ്മളെ ചില്ലിക്കുപ്പിയിലാണ് ഒഴിച്ച് വെക്കുന്നത്. ഇത്ര എണ്ണയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് എത്ര ദിവസം വേണമെങ്കിലും വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് കാച്ചിയ എണ്ണ വെക്കാം. ഞാൻ അത്രേ കാച്ചിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും പിന്നെ ഇതെല്ലാം ഇട്ട് എണ്ണ കാച്ചിയ നല്ല ഗുണമുള്ളതാണ് കേട്ടോ അത്. ഇത്രയാണ് എൻ്റെ എണ്ണയുടെ വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.